അവൻ ഇത് സോൾവ് ആക്കിയെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവന് ഗാർഡിയനിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കുക ഇവിടെ, മനസ്സിലായ? ഒന്നും നടക്കാൻ പോണില്ല, കൊടുക്കത്തില്ല. അവനെ ഗാർഡിയൻ ആക്കുന്നതിനൊന്നും ടി വി ഡിസ്മാൻഡിൽ ചെയ്യും, ഒരു സംശയവും ഇല്ല. എടാ കണ്ണാപ്പി, ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞേട്ടാ. നീ ഈ പെണ്ണുങ്ങളെ അടുത്ത് ഷോ കാണിക്കുക, ഇനി എന്റെ പേരെടുത്തിട്ടാ ചെവിക്കല്ലടിച്ചാൽ പൊട്ടിക്കും, കളയുകയും ചെയ്യും. ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേട്ടാ. കേവി ആയിട്ടുള്ള ഇഷ്യൂ എന്ത് കേവി ആയിട്ടതിൽ അടി വഴക്കുമല്ലോ ആയോ? വാട്ട്? കേവി ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ആയോ? ഇല്ല, KV MRC ഇഷ്യൂ സോൾവഡോ? അതിനെന്തെങ്കിലും ഇഷ്യൂ ആയോ? ഇല്ല, സോൾവ് ആക്കി മാമനായിട്ട്. കംബാക്ക് ഫുണ്ടേ, നിന്നെ ഉണ്ടല്ലോ ഞാൻ. നിന്നെ ആണ്ടിലൊരിക്കൽ വരും കംബാക്ക് എന്ന് പറഞ്ഞിട്ട് 2 ദിവസം ലൈവ് ഇടും, 3-ാമത്തെ ദിവസം വള്ളി എടുക്കും, പിന്നെ 10 ദിവസം 50 ദിവസം ഗ്യാപ്പ്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് കണ്ണാപ്പി സോൾവ് ആക്കി. ആര് പേര് മാറിപ്പോയാണ്? ഹലോ ചാട്ട്, ഒരു മിനിറ്റ്. കണ്ണൻ സോൾവ് ആക്കി. നിങ്ങൾ ടി വി ഒക്കെത്തുള്ള മറ്റേ ജർമ്മൻ കണ്ണാപ്പി എന്ന ചാനലുള്ള ആ പയ്യനെ പറ്റിയാണോ പറയണേ? അവനാണ് സോൾവ് ആക്കിയത്. അതെ, ഞങ്ങളുടെ കോഹ്ലിയുടെ കണ്ണൻ. കോഹ്ലിയുടെ പറയാൻ ഞാൻ കേട്ടാ, ഗാർഡിയൻ കണ്ണാപ്പി. അയ്യോ, അവസരം നോക്കി. എനിക്ക് തോന്നി എന്താ പറയട്ടെ കൈസ്, ആൾക്കാർ മറ്റേ നന്മ പ്രവർത്തികളൊക്കെ ചെയ്തിട്ടേ, നന്മ ചെയ്ത് മറ്റേ മനസ്സ് കീഴടക്കാൻ നോക്കുന്ന ആൾക്കാരല്ലേ, അതിലൊരു കണ്ണിയാണ് ഈ കണ്ണാപ്പി. ഇപ്പൊ മനസ്സിലായ? KVക്കെതിരെ പണ്ടൊരു മുട്ടുസൂചി വീണ സിറ്റുവേഷൻ ആക്കിക്കൊണ്ടിരുന്നവനാണ് ഈ കണ്ണാപ്പി, മനസ്സിലായ? മുട്ടുസൂചി വീണാൽ അടുത്തൂടെ പോകുന്നവൻ ഡോറ് തുറന്ന് അവന്റെ തോളത്ത് തട്ടി എന്ന് പറഞ്ഞ സിറ്റുവേഷൻ എടുത്തിട്ടുള്ളവനാണ് അവൻ ഇത് സോൾവ് ആക്കിയെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവന് ഗാർഡിയനിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കുക ഇവിടെ, മനസ്സിലായ? ഒന്നും നടക്കാൻ പോണില്ല, കൊടുക്കത്തില്ല. അവനെ ഗാർഡിയൻ ആക്കുന്നതിനൊന്നും ടി വി ഡിസ്മാൻഡിൽ ചെയ്യും, ഒരു സംശയവും ഇല്ല. ഡിസ്മാൻഡിൽ ചെയ്യും. പിന്നെ എന്താ കേസ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കും. ഞാൻ മെന്റലി ആൻഡ് ഫിസിക്കലി ഭയങ്കര വീക്ക് ആയതുകൊണ്ടാണ് നമ്മുടെ റെഗുലർ സ്ട്രീം മുടങ്ങിപ്പോയത്. റാംബോ ബ്രോ, താങ്ക് യു സോ മച്ച്. അത് 1 ഈഗിൾ ഗെയിം മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. അതിന് മുമ്പ് ഒരാളൂടെ തന്നായിരുന്നു തോന്നുന്നല്ലേ? ക്യാപ്ഷൻ ബ്രോ തന്നായിരുന്നു. പിന്നെ അതിന് മുമ്പ് സിമി ടോബിൻ ബ്രോ, താങ്ക് യു സോ മച്ച് ബ്രോ. ഗൈസ് താങ്ക് യു. ക്യാപ്ഷൻ ബ്രോ വീണ്ടും തന്നു. ക്യാപ്ഷൻ ബ്രോ ഇന്ന് എനിക്ക് 2 തന്നു കേട്ടാ. അണ്ണാ ഓക്കെ അല്ല? എടാ ഞാൻ ഓക്കെ അല്ലടാ, ഞാൻ സത്യമായിട്ട് ഞാൻ ഓക്കെ അല്ല, സീരിയസ് ആയിട്ട് ഞാൻ ഓക്കെ അല്ല, ഞാൻ ഒന്നും കൊണ്ടും ഓക്കെ അല്ല, പറയാതിരിക്കാൻ വയ്യ. ജോക്കർ ബ്രോ, താങ്ക് യു സോ മച്ച്. അത് ഈഗിൾ ഗെയിം മെമ്പർഷിപ്പ്. വെൽക്കം സ്ട്രീം ജോക്കർ ബ്രോ. മനോജ് ബ്രോ, താങ്ക് യു സോ മച്ച്. അത് 5 ഈഗിൾ ഗെയിം മെമ്പർഷിപ്പ്. ഷാൻ തോമസ് ബ്രോ, താങ്ക് യു സോ മച്ച്. അത് ഈഗിൾ ഗെയിം മെമ്പർഷിപ്പ്. എല്ലാരും വന്നല്ലോ ഇന്ന് ഇവിടെ, നമ്മളെ സ്ഥിരം ഡൊണേറ്റ് ചെയ്യണം എല്ലാരും വന്ന്. എനിക്കിത് ഇവിടെ ഈ മനാഫ് ബ്രോ, റാംബോ ബ്രോ, ക്യാപ്ഷൻ ബ്രോ, ജോക്കർ ബ്രോ ഇടയ്ക്ക് വരും. ഇത്ര പേരാണ് നമ്മുടെ ഇവിടുത്തെ ഡൊണേറ്റേഴ്സ് സത്യം പറഞ്ഞ. താങ്ക് യു, മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ ഗൈസ്, എന്താ പരിപാടി? ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നാളെ തൊട്ട് RP കയറുന്നുള്ളൂ. ഇന്ന് എന്താ ചെയ്യേണ്ടത്? ഇന്ന് ഡിസ്കോഡ് നോക്കണോ? ഞാൻ ഒട്ടും ഓക്കെ അല്ല, അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയിട്ടും വന്നത്. പിന്നെ ഇന്ത്യയുടെ കളികളെ കണ്ടപ്പോഴത്തേനും മൈൻഡ് ഫക്ക് ആയടാ, സത്യം പറയാം. നമുക്കാണെങ്കിൽ കുറച്ച് നേരം ഡിസ്കോഡ് നോക്കിയിട്ട് നമുക്ക് പബ്ജി കളിക്കാം. പബ്ജി എന്തായാലും എല്ലാ ദിവസവും ഉണ്ട്, ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്തായിരുന്നു എടുക്കണ്ടേ? നമ്മുടെ VC-ലാരെല്ലാം ഉണ്ടോ നോക്കട്ടെ. അതേ ഇരിക്കുന്നു. ഹലോ കണ്ണാപ്പി കേക്കോ? ഹലോ. ഓ KV ആയിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരുന്നോ? സിറ്റുവേഷൻ ആരാ സിറ്റുവേഷൻ എടുത്തേ? ഞാൻ അല്ലായിരുന്നു, ഞാൻ മാമനായിരുന്നു. മാമനെ വിളിച്ചു. അല്ല, അത് സോൾവ് ചെയ്ത് സിറ്റുവേഷൻ സോൾവ് ചെയ്ത്. നീ സോൾവ് ചെയ്ത്?
ഞാൻ ചെന്നിട്ട് ഹിറ്റ്മാന്റെ അടുത്തും ബാക്കിയുള്ളവരുടെ സംസാരിച്ച് അവന്മാർക്ക് സത്യം പറഞ്ഞാൽ ഈ മാമനെ അറിഞ്ഞുകൂടാ. കാരണം സംഭവം വെച്ചാല് ഇവൻ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സംസാരമായി. അപ്പൊ എന്തോ ഇവനെ അടിച്ചു കൊന്നു, മനസ്സിലായോ? അപ്പൊ ഇവൻ മറ്റേ പോയി സംസാരിച്ച് സോൾവ് ചെയ്യാന്നുള്ള രീതിയിൽ പോയപ്പോഴത്തേക്ക് അവന് മറ്റേ കേവിലെ മൈക്ക് റോങ് അടിച്ചു. അപ്പഴത്തേക്ക് എന്തോ അത് കഴിഞ്ഞിട്ട് കേവല അൾട്രോണെ കണ്ടപ്പോഴത്തേക്ക് എന്തോ മാമൻ എടുത്ത് ഇങ്ങനെ പറഞ്ഞു, നീ ഇപ്പൊ ഗ്യാങ്ങിൽ ഇല്ലല്ലോടാ അങ്ങനെ എന്താ പറഞ്ഞപ്പോഴത്തേക്ക് മാമൻ അത് ഫീൽ ആയി, മനസ്സിലായോ? പിന്നെ സംസാരിക്കാൻ നിന്നില്ല. പിന്നെ രണ്ടാമത് കേറിയിട്ടാണ് ഞാൻ സംസാരിച്ച് സോൾവ് ചെയ്തത്. അല്ല നീ എന്താ അടിയായിട്ട് നമുക്ക് സിറ്റുവേഷൻ എടുക്കായിരുന്നല്ലോ കണ്ണാപ്പി. അല്ല നമുക്ക് നമ്മള് അണ്ണൻ ഇല്ലാത്ത നമ്മളാ ഒരു കാര്യം അതുപോലെ ചെയ്യേണ്ടതാണ്. അല്ല നമുക്ക് സിറ്റുവേഷൻ ആയിട്ട് എടുക്കായിരുന്നു, സിറ്റുവേഷൻ ആക്കായിരുന്നു. ഞാൻ സിറ്റുവേഷൻ ആക്കാൻ വേണ്ടിട്ട് ഇരുന്നതാ. അണ്ണാ ഇത് തല്ലടയത്തല്ല സമയം കണ്ടല്ലോ, നിങ്ങൾ കണ്ട മനസ്സിലായ കാര്യങ്ങൾ മനസ്സിലായ. ഒരു ചെറിയ സ്പാർക്ക് ഇട്ട് കൊടുത്താൽ മതി, ഞാൻ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി, അപ്പൊ തന്നെ അത് കയറി പിടിക്കുവാ, മനസ്സിലായ. ഷാനു തോമസ് ബ്രോ താങ്ക് യു സോ മച്ച് 10 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ്. താങ്ക് യു സോ മച്ച് ഷാനു ബ്രോ. കണ്ട് എടാ എന്താ മാമ സിറ്റുവേഷൻ? ഏത് കൊറേ ആയല്ലോ. ചെറിയൊരു സിറ്റുവേഷൻ ആയിരുന്നു. ചുമ്മാ വന്നിട്ട് ആളറിഞ്ഞൂടെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ എന്നെ കൊന്നായിരുന്നു, ആളറിയാതെ കൊന്നെന്ന് പറഞ്ഞ്. രണ്ടാമത് വീണ്ടും സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ സംസാരിക്കാൻ പോയപ്പോഴത്തേക്ക് ചെറിയൊരു സംസാരം പോലെ ആയി, പിന്നെ സോൾവ് ആയില്ല. എന്നിട്ട് അപ്പൊ കൂടെ ഉള്ള ഒരുത്തനാണെങ്കിൽ പറഞ്ഞ് അവനറിയാം ഞാൻ ആരാണെന്ന്. പിന്നെ അവൻ എന്റെ അടുത്ത് പറയണത് വെച്ചാൽ അവൻ എന്നെ അറിഞ്ഞുകൂടാന്നൊക്കെയാണ് പറയണത്. പക്ഷെ ആദ്യം അവൻ പറഞ്ഞത് ഇത് പേരെന്താ, സോൾവ് ചെയ്യണ സമയത്താണ് ഇത് സംസാരിക്കണ, പേരെന്താ, ഗ്യാങ്ങിലുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ അതെനിക്ക് എന്തോ ചൊറിയണ പോലെ തോന്നി. ഞാൻ പിന്നെ കൂടെ ഒന്നും പറഞ്ഞില്ലടാ, ഞാൻ പഴയ ശരിടാ എന്ന് പറഞ്ഞിറങ്ങി. പിന്നെ ഇന്ന് സംസാരിച്ച് സോൾവ് ചെയ്തു, സീനില്ല, സോൾവ് ചെയ്തു. സംസാരിച്ച് ഇന്ന് അവിടെ പോയി. അപ്പൊ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ ഉള്ള രീതിയിൽ എറണാകുളത്ത് മഴ ഉണ്ടോടാ? ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നലെ നല്ല മഴയായിരുന്നു. ഇന്നലെ രാത്രി മുടിഞ്ഞ മഴയായിരുന്നു. ഇന്ന് മഴയില്ല. ഇന്ന് മഴ ഉണ്ടോന്ന് പറഞ്ഞൂടാ, വെളിയിൽ ഇറങ്ങിയില്ല. ഇന്ത്യയുടെ കളി കണ്ടിപ്പെട്ടിരുന്നു. ബാക്കിയെല്ലാം നീ ചെയ്യുന്നില്ലേ? ചുട്ടുപണി. എന്റെ ഒരു ഫ്രണ്ടിന് ഒരു ഹായ് കൊടുക്കണ. ഫ്രണ്ടിന്റെ പേരെന്താ? സോഫിയ. അതെന്റെ ഫ്രണ്ടല്ലേ, ഇതെങ്ങനെ ഹായ് മേടിച്ചു കൊടുത്തിട്ട് ട്യൂൺ ചെയ്യാനുള്ള പരിപാടിയാണോ നിനക്ക്? ഇല്ലില്ല. കണ്ണാപ്പി ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞേട്ടാ. നീ ഈ പെണ്ണുങ്ങളെ അടുത്ത് ഷോ കാണിക്കുക, ഇനി എന്റെ പേരെടുത്തിട്ടാ ചെവിക്കല്ലടിച്ചാൽ പൊട്ടിക്കും, കളയുകയും ചെയ്യും. ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേട്ടാ. പാല് മേടിക്കാൻ പോണം, ഞാൻ പാല് മേടിക്കാൻ പോണം, നീ എന്നെ മറ്റേ വിളിക്കരുതെന്ന് പറഞ്ഞ് ഡിസ്റ്റർബ് ആണെന്ന് പറഞ്ഞ് കോള് കട്ടിയാണ്. ഞാൻ കാണില്ലെന്നാണ് വിചാരം നിന്റെ. ഡിസ്കോഡിൽ കിടപ്പുണ്ട് 4ാമത്തെ ട്രോള്, 4ാമത്തെ 5ാമത്തെ എന്തോ. ഇവനൊക്കെ 2 ദിവസം ഞാൻ വരാതിരുന്നു കഴിഞ്ഞാൽ എന്നെ വിറ്റുകളി. 2 ദിവസം ഞാൻ ഇനാക്റ്റീവാ. അണ്ണാ സോഷ്യൽ മീഡിയ ഇനാക്റ്റീവ്, ഇതൊന്നും കാണൂലെന്നാ വിചാരിക്കുക കേട്ടാ. ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം എന്നെ പാല് മേടിക്കാൻ പറഞ്ഞിട്ടാ ഇത് ചോദിക്കണേ. ഹലോ എത്ര വിളിച്ച നീ? ഇതിനു മുമ്പ് ഇവൻ 2-3 വട്ടം എന്നെ പാല് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഇത് കഴിഞ്ഞിട്ട് വിളിക്കാൻ. വലിയ പ്രശ്നമായതൊക്കെ. കണ്ണാപ്പി ഞാൻ സത്യം പറയട്ടെ, നിനക്ക് ഒരു പെണ്ണ് പോലും കിട്ടാതെ നീ ഇങ്ങനെ നിന്ന് പുഴുത്തു പോത്തേ ഉള്ളു. നീ നീ ഇങ്ങനെ പോത്തതേ ഉള്ളു. നീ ഒരു സംശയവും ഇല്ലത്, ഒരു സംശയമില്ല. ഇനി ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കണ്ടാ ഞാൻ ഈ ഇതിനകത്ത് കേറിയിട്ട് ഈ ആരോടാ നീ പറഞ്ഞ വെച്ചാൽ അവളെ കണ്ടുപിടിച്ചിട്ട് നിന്നെയും കൂടെ ഇവിടെ വിളിച്ചു വരുത്തി അവളുടെ മുമ്പ് ചീത്ത വിളിക്കും. ഇതാണ് സോണിയ. 2000 ഫോളോവേഴ്സിന് 3300 ആയി. എല്ലാവരും ഫോളോ ചെയ്തു. അത് നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ?
ഞാൻ ഫോളോ ചെയ്തില്ലല്ലോ. ഇത്ര നാള് moderate ആയതുകൊണ്ട് ഒരുത്തനും എന്നെ follow ചെയ്തിട്ടില്ലെന്ന്. ആ അത് പറഞ്ഞപ്പോഴേ ഒരു അവകാശം കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ ലൈവില്. എന്ത് എന്തിനാ പെണ്ണായിട്ട് ഡേറ്റിങ്ങിന് പോയത്? പെണ്ണായിട്ടെന്നല്ല, നീ റിലേഷൻഷിപ്പിലായെന്നാ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് നീ പുഡിന്റെ കൂടെ കമ്മിറ്റഡ് ആയ കാര്യമാണ്. പെണ്ണെന്ന് ഞാൻ പറഞ്ഞില്ല, നീ കമ്മിറ്റഡ് ആയെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത് നീ പുഡിന്റെ കൂടെ ആണെന്ന് ഞാൻ പറയാൻ മറന്നുപോയി. അവിടുത്തെ ലൈവ് വരുമ്പോ പറയാന്ന് വിചാരിച്ച്. പെണ്ണായിട്ട് date ചെയ്യുമ്പോ ഞാൻ പറഞ്ഞില്ല. മറ്റേ കാര്യം കൂടെ പറയാം. മറ്റേ കാര്യം ഏതാടാ? ഒരുത്തൻ സിറ്റിയിൽ കുറച്ച് 3-4 ദിവസമായിട്ട് ഒരു പ്രശ്നമുണ്ട്. പറയാ പറ കുക്കർ റോക്കി ഇന്റർവ്യൂ കാണണേന്നോ? ഇന്റർവ്യൂ അത് സ്പെഷ്യലാണ്. സ്പെഷ്യൽ, അത് പിന്നെ സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ് ആണ് ഇപ്പൊ ഈ ഓളത്തിൽ കാണണ്ട. അതെന്താടാ? അതായത് ഞാനും അവനൊരു ഇന്റർവ്യൂ എടുത്തായിരുന്നു. ഇന്റർവ്യൂ എടുത്തായിരുന്നു നാളെ. സിറ്റിയിലെ ഹീറോ ഉക്കർ റോക്കി എന്ന് പറഞ്ഞ. അല്ല നീ ഇപ്പൊ എന്ത് പറയാന്ന്? അതാ ഞാൻ പറയാൻ വെച്ചാല് 4 ദിവസമാണ് നമ്മള് RP ചെയ്യുമ്പോഴത്തേക്ക് ഈ പയ്യനാണെങ്കിൽ മറ്റേ ലൈവ് സ്ട്രീം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിന്റെ അത് ടിച്ച് പോലത്തെ. അതിന്റെ അകത്ത് ഇവൻ ഓരോ ദിവസം ഓരോ ഫോൺ എടുത്തിട്ട് അതിന്റെ അകത്ത് പേര് മാറ്റിയിട്ട് ഇപ്പൊ ഞാൻ ഇന്ന് ഉക്കറോക്കിയിട്ട് വള്ളിയാവുന്നെങ്കിൽ TG ഉക്കറോക്കിന്ന് പേര് ഇട്ടിട്ട് കുറെ ചീത്ത വിളിക്കും. മനസ്സിലായോ? നമ്മളെ ചീത്ത വിളിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അവനാ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് TG വിളിച്ച് ചോദിച്ചു. അപ്പൊ അവരല്ലെന്ന് പറഞ്ഞു. പിന്നെ ഇതുപോലെ നമ്മളൊരു പോലീസുകാരനായിട്ട് അടിയായപ്പോ അവന്റെ പേരിടുന്നത്. പിന്നെ ഇത് എന്താണ് വള്ളി ടീംസ് വാണങ്ങള്, പിന്നെ നമ്മുടെ ഓസിലെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഓസിലെ കാര്യങ്ങൾ ഡ്രാഗ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്നെന്താ വാസന്റെ ഇതിപ്പം 3-4 ദിവസമായിട്ട് അഡ്മിൻ എടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് അത് ആ പേരിൽ ഇപ്പൊ നമ്മൾ സിറ്റി വഴി പോണവനൊക്കെ പിടിച്ചടിക്കുകയാണ്. വഴിപ്പോ ഇപ്പഴത്തെ അടിച്ചു കൊന്ന് ഇപ്പൊ കൊന്ന്. അല്ല അപ്പൊ ഇനി മനസ്സിലത് ഓർമ്മ വേണം കണ്ണാപ്പി. ഇനി ആരെങ്കിലും ഏതെങ്കിലും പേരിട്ട് എന്തെങ്കിലും പറയുമ്പോ നേരെ അവന്റെ തള്ളക്കി വിളിക്കാതെ ആദ്യം അവനാണോ അത് പറഞ്ഞതെന്നൊന്ന് വിളിച്ച് അന്വേഷിക്കണം. ഇല്ല ഞാനല്ല കൊന്നത് പയ്യൻ ഇവിടെ. നീ ഏത് ബ്രീഡാടാ? എന്ത് ശബ്ദമാടാ? അത് കറക്റ്റ് കേട്ടോ. നീ എവിടെ എങ്ങനെ വന്നത്? ചുമ്മാ കണ്ണാപ്പി നിർത്താ. നിർത്താൻ പറ്റില്ല. പ്രശ്നമായത് പ്രശ്നമായതൊക്കെ